ഏ ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ശരി. ഏ ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ചേട്ടൻ വലിയ സംസാരപ്രിയനാണല്ലേ? ഡെയിലി സംസാരിക്കാറുണ്ടോ? അപ്പൊ ഞാന് ഇവിടെ വന്നാ അത്രേ ഉള്ളൂ. ചിരിക്കുകയാണോ കരയുകയാണോ? ഹലോ എന്തേ? അയ്യേ, ഇതെന്താ ഇങ്ങനെയാവണത്? ഇയാൾക്ക് എന്താണ് വയ്യേ? എന്തേ? ഞാനേ ആ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി എന്ന് ചോദിച്ചപ്പോ ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? ചേട്ടന്റെ ചിരി ഞാൻ നിർത്തി തരാം. അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല. ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? എന്താ അമ്മായി പറയുന്നേ? ബേസിക് ആയിട്ട് കൾച്ചറുള്ള ഒരു മനുഷ്യൻ ആളറിഞ്ഞാലും ആളറിഞ്ഞില്ലെങ്കിലും മര്യാദ വിട്ട് പെരുമാറില്ല. നിങ്ങളുടെ പ്രശ്നം എന്താ? ഓ ആ പരിപാടി അങ്ങനെയൊന്നുമല്ല. എനിക്ക് നാണമില്ല കുഞ്ഞപ്പ. നാണം എന്ന് പറഞ്ഞ ഉൾപ്പ്. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. അല്ല, ഞാൻ മനസ്സിലായി. നിങ്ങളോട് ചോദിച്ചു മനസ്സിലായി. എന്താ എന്ന പരിപാടി ചോദിച്ചപ്പോ ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. ഇച്ചിരി പഞ്ചാര വീട്ടിൽ ഒരു സോളാ സർവത്തിന് കേട്ടോ. നിങ്ങൾ പറയണ എന്ത് വേണമെങ്കിലും ചെയ്യാം. നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാട്ടിക്കരുത്. അയ്യോ, അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. അല്ല, ഞാൻ മനസ്സിലായി. നിങ്ങളോട് ചോദിച്ചു മനസ്സിലായി. എന്താ എന്ന പരിപാടി ചോദിച്ചപ്പോ ഇന്ന് വൈകിട്ട് ഹസ്ബൻഡ് വരും. എന്താടാ അവരിളക്കം? എന്താ ഇളകി കൂടെ? ഞാൻ വിചാരിക്കുന്നുള്ളൂ അത്ര. വൃത്തികെട്ടവൻ തെണ്ടി. കാമപ്രാന്ത, കാമരാക്ഷസ, കാമപിശാച, കാമരാജ യൂണിവേഴ്സിറ്റി പക്ഷെ ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യമാണ്. അതാണ്. നമ്മൾ ശരിയാക്കാം. ഹസ്ബൻഡ് ഒന്ന് പോട്ടെ. അല്ല ഹസ്ബൻഡ് വന്നു പോട്ടല്ല, ഈ പരിശ്രമത്തിന്റെ പാറക്കെട്ടിന്റെ ഇടയിലാണല്ലോ വിജയത്തിന്റെ നീരറവ. ഹസ്ബൻഡ് വന്നു പോട്ടല്ല. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ഇങ്ങനെ ഒരുത്തന്റെ കൂടെ നടന്നിട്ട് മാനവും കൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞത് മുജ്ജന്മ സുഹൃതം. യു ജസ്റ്റ് പിഷു, നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. I want you people to give me the. ഇടോ, എല്ലാം ശരിയാവും. ഞാൻ നോക്കോളാം. നാരായണ എവിടെ പോവാ? ഞാൻ പ്രഷറിന് മരുന്ന് കഴിക്കാൻ മറന്നു. ഇപ്പഴാ ഓർത്തത്. അത് നന്നായില്ലേ?